ഹായ് ഫ്രണ്ട്സ്, ഒരു എൽ ജിയുടെ ഒരു ടി വിയാണ്, 32 ഇഞ്ചാണ്. അതിനെന്നെ പറ്റി തന്ന് നോക്കാം. ഓണാകുന്നൊന്നുമില്ല, ഒരനക്കവും ഇല്ല. നമുക്ക് സ്ക്രൂ അഴിക്കാം. ഭിത്തിയെ പിടിപ്പിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്. അതഴിക്കണ്ടായിരിക്കും. തൽക്കാലം അത് അഴിക്കണ്ടായിരിക്കും. ഇതെല്ലാം അഴിക്കണം. എന്താണ് എൽ ജി നിറച്ചും പൊടിയാണേ. ഇതിനകത്ത് എന്നൊക്കെ കിടക്കുന്നു. അതാണ്ടൊക്കെ ചത്ത് കിടപ്പുണ്ട്. അതിനകത്ത് നിറച്ചും ചുക്കുറി വല്യ അതാണ്ട് 8 കാലിയൊക്കെ ഇരിക്കുന്നു. ഒന്ന് നന്നാക്കിയതാന്ന് തോന്നുന്നു. എഴുത്തും കുത്തൊക്കെ ഉണ്ട്. നോക്കാം. ഇതിപ്പോൾ അനക്കമില്ലല്ലേ, ഡെഡല്ലേ? ഓക്കേ.
കാത്തിരിക്കുന്നവരുടെ തലയ്ക്കോട്ട് കൊടുക്കാനല്ലേ ഈ ടോർച്ച് എടുത്തോണ്ട് വന്നത്. മൈക്കോടെ വെച്ചിട്ടാണോ പോയെ? വായിക്കാൻ്റെ കൈ ആ ശബ്ദം മുഴുവൻ കിട്ടിക്കാണോ? ഓണായി. പാലിൻ്റെ വരയാണല്ലോ. ആ, വരയൊക്കെ ഉണ്ട്. സെറ്റ് വർക്കായോ? പടം നോ സിഗ്നൽ. പ്രായമുള്ള സെറ്റ് ഇച്ചിരി വരയൊക്കെ കാണും. സെറ്റ് വർക്കായി. അത് പടം ഇട്ട് നോക്കാവേ. അതിന് മുമ്പ് ഞാൻ വര വരാനുള്ള ചാൻസ്. ആ പടം ഇഞ്ഞെടുത്തു. ഒന്ന് കുത്തിക്കാതെ പ്ലഗ്. ഫോൺ ഹലോ. ഹലോ ചേച്ചി, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാണ്. ഈ 2 മണിക്ക് ചെറുനാടെന്നാണ് വിളിക്കുന്നത്. നന്നാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. അതൊന്ന് ഉടനെ ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ നോക്കാം. നോക്കാം കൊണ്ടുവരാം. നോക്കാം അല്ലേ? ഞായറാഴ്ച അവധിയാക്കിട്ടല്ലേ? അതെ തിങ്കളാഴ്ച. തിങ്കളാഴ്ച കട എപ്പോൾ വരാമല്ലേ? കട 6 മണി വരെ. വൈകുന്നേരം 6. രാവിലെ തുറക്കുമ്പോൾ 10. 10 മുതൽ 6 വരെ അല്ലേ? ആ ശരി. അല്ല ഞാൻ വന്നോളാം. ഓക്കെ. എൽജിയുടെ നമുക്ക് ഇല്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് തീർന്നു. സ്കൂളായിരുന്നു. ഇതിൻ്റെ പെട്ടി ഇതാണ്. ഇത് പിക്ചറുണ്ട്. എല്ലാം കാണിച്ചാലേ ഇതല്ല. നോ സിഗ്നൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. അത് ഊരി വിട്ടു. പിക്ചറുണ്ട്. ഡെഡായിരുന്നു. അത്രയൊക്കെ ഉള്ളു. പിന്നെ എല്ലാം അതിൻ്റെ ബാക്ക് ലൈറ്റും എല്ലാം മാറണം. ബാക്ക് ലൈറ്റ് ഒരു ഇച്ചിരി വിഷയമുണ്ട്. അപ്പോൾ അതെല്ലാം മാറി റെഡിയായി വരുമ്പോൾ 10 രൂപ ആകും. അതുകൊണ്ട് ഇവിടെ കൊണ്ടങ്ങ് നിർത്തുവാണ്. അത്യാവശ്യം പടമൊക്കെ കാണാം. കാരണം പാനലിനൊരു വര വീണിട്ടുണ്ട്. പാനൽ പോയതായതുകൊണ്ട് അധികം പൈസ മുടക്കണ്ടെന്ന് കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാവുന്ന പോലെ ആക്കിയാൽ മതി. അങ്ങനെ ആക്കിയിട്ടുണ്ട്. തീരുമാനമായി. ഒരു എൽ ജി ഓക്കെ ആയി. ഈ എൽ ജിയുടെ പാനൽ മാറാൻ പോവാണ്. പാനൽ മാറണം. പാനൽ മാറാതെ ശരിയാവത്തില്ല. എൻ്റെ പാനൽ ഫുൾ ഷോർട്ടായി പോയതാണ്. കംപ്ലീറ്റ് പോയതാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് പാനൽ മാറിയേ പറ്റൂ. റിപ്പയർ ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? വാനില് നിൽക്കാം. ഷോട്ടിങ് പക്ക ഷോട്ടിങ്. 2021 മോഡലാണ്. അധികം വർഷമായില്ല. കറക്റ്റ് വെട്ടാണേലേ ഇറങ്ങുള്ളൂ. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. തെറ്റും കുറച്ച് വന്നാൽ രീതി വരാം.
അപ്പോൾ ഇത് മാറ്റുവാണ്. നമുക്ക് കസ്റ്റമറോട് ചോദിച്ചിട്ട് കസ്റ്റമർ വില്ലിങ് ആണെങ്കിൽ അതിൻ്റെ പാനൽ പാനൽ മുഴുവൻ മാറാം. പാനൽ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ സെറ്റൊക്കെ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കാം. ഇതെല്ലാം മാറ്റിക്കോ. ഒന്നും കൂടി ഓണാവുമോ എന്ന് നോക്കിയേക്കാം. റിമോട്ട് പഴയ സെറ്റിന് LG എഴുത്തൊന്നും വരികയില്ല. AV2 എന്ന് വന്നു. ഓക്കെ, ഓ കാണത്തില്ലല്ലോ വീഡിയോയിൽ. AV2 ഇപ്പോൾ ഇവിടെ നീ സിഗ്നൽ വരും. നോ സിഗ്നൽ നോക്കി നോ സിഗ്നൽ. ഓക്കെ, പിക്ചർ കൊടുത്താൽ പിക്ചറും വരും. ഓക്കെ, ഓക്കെ. അതിനത്രേ ഉള്ളൂ. ഈ ടോർച്ച് മേടിച്ചിട്ടില്ലാത്തവർ മേടിച്ചോ കേട്ടോ. അടിപൊളി ടോർച്ച് കേട്ടോ. ഉണ്ടോ കേട്ടോ ഉണ്ടോ ഫിഷ് ആ ഏരിയ മൊത്തം കിട്ടുന്നുണ്ടോ. ഇതുണ്ടോ വെളിച്ചം കണ്ടോ. സൂപ്പർ ടോർച്ചാ, സൂപ്പർ. നിലത്ത് ഇതിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇത് എത്ര ശതമാനം ഉണ്ടെന്ന് കാണാം. അത് വായിക്കാൻ നോക്കി. ഈ ടോർച്ചാൽ 80% ഇപ്പോൾ പെട്രോളുണ്ട്. 80 അത് ചെറുതായിട്ട് അടിച്ചപ്പോൾ 80 എന്ന് വായിക്കാം. അവിടെ 80% പെട്രോളുണ്ട്. ഓഫാക്കുമ്പോൾ അത് പോകും. എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ബാറ്ററിയുടെ ലെവലേ ഏതാണ്ട് 5 മണിക്കൂറോളം കത്തും. ലൈസറാ പൊക്കോളും. ലൈസർ ടോർച്ചാ. ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വെച്ചോ, ഒരു കള്ളനും വരികയില്ല. ഇപ്പം ഇത് 10,000 രൂപയൊക്കെ വിലയാണ് ഓരോ കമ്പനികളിൽ. നിങ്ങൾക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഞാൻ തരാം. വില എന്നാന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഓക്കെ, ചോട്ടി പറിക്കല്ലേ, കയറ്റി വെക്കേ. മാറി മാറ്റിക്കും. ഇത് ഞാൻ മാറ്റുവാണ്. ഇനിയിപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാണാതായ കുഞ്ഞാറ്റനെ കിട്ടി. ചാക്കിനകത്ത് കെട്ടിയ ഡീറ്ററിൻ്റെ എന്നൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അവസാനം നമ്മുടെ 3ാമത്തെ മുറിയിൽ നിന്നും കിട്ടി. ചാക്കിനകത്ത് കെട്ടിയ പാർട്ടി അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞു ഒരിടത്തും പോരാ, അല്ലേ, ചാക്കിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഡീറ്ററിനാണോ എന്നാണെന്നൊന്നും നമുക്കൊരു പിടിയും കിട്ടത്തില്ലല്ലോ. ഏതായാലും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഞാൻ വായിക്കണ്ടല്ലോ. ഹരികുമാർ. ചാക്ക് കാണുമ്പോഴേ അറിയാലോ. പുള്ളിക്ക് അറിയാം പേര്. അപ്പൊ പുള്ളിയുടെ സെറ്റ് കിട്ടി. സമാധാനമായിട്ട് ഓരോ സെറ്റ് എടുക്കുമ്പോൾ പുള്ളിയുടേതാണോ ആണോ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നെന്നൊക്കെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. അതിനിടയിൽ ഒരു 30 D10 D40 നന്നാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ മാത്രം കിട്ടിയില്ല. അത് വേറൊരു മുറിയിലായിരുന്നു. മുറിയിൽ നമുക്ക് കുറേ മുറികളുണ്ട്. അത് ഓരോന്നിങ്ങനെ നമ്മൾ സേഫായിട്ട് വരുന്ന കുഴപ്പമില്ലാതെ മാറ്റി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനെ നന്നാക്കാതെ നമ്മൾ പുറത്തു വിടുകയില്ല. നല്ല ചാക്കാണല്ലോ. കസ്റ്റമർ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതായിരുന്നു. അതെ. ഈ ഫോണേ എടുക്കാത്തതിന് ആരും തോന്നല്ലോ. ഒരു സമയം 4 കോളൊക്കെ കയറി വരുന്നത്. എന്നിട്ട് എടുക്കുമ്പോ ഒന്നും ആർക്കും ഒന്നും കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. ആൾക്കാർ ചൂടാവും. ഫോൺ എടുത്തിട്ടുണ്ട് മിണ്ടാതിരിക്കുന്ന എന്നൊക്കെ ചോദിച്ചു. ദിവസം ചെയ്തെടുത്തു. ഇതിനകത്തുനിന്ന് സാധനങ്ങൾ കിട്ടി. അതിന്റെ അഡാപ്റ്റർ കിട്ടി. പിന്നെ അതിന്റെ സ്ട്രിപ്പൊക്കെ കടിച്ച് മുറിച്ച് വിട്ടിരിക്കുകയാണ്. എലി കണ്ടിച്ചാന്ന പുള്ളി പറഞ്ഞേ. എലിയായിരിക്കും. എലിയാണേലും മാറ്റാനാണേലും അഡ്രസ്സാ പുള്ളിയുടെ പേരും ഫോൺ നമ്പറും അതെടുത്ത് വെച്ചു. അപ്പം സ്ട്രിപ്പില്ല. അപ്പം സ്ട്രിപ്പില്ലാതെ വരുമ്പോൾ നമുക്ക് ആദ്യം അഴിക്കേണ്ട പുറവശം അഴിക്കാം. പുറവശത്ത് സ്ക്രൂ കുറവുണ്ടേ. സ്ക്രൂ കുറവെന്നല്ല, ഇല്ല, 2 എണ്ണേ ഉള്ളൂ. അവിടെ എല്ലാം പൊളിഞ്ഞു. വെള്ളം കയറിയതായിരിക്കും. വെള്ളം കയറിയ പോലെ മൊത്തം. എന്നാലും നമ്മളിതിനെ പാടിക്കും. ചിക്കുട്ടെല്ലാം ദ്രവിച്ചു പൊടിഞ്ഞിരിക്കുന്നു. സ്ക്രൂ കുറവുണ്ട്. 2 സ്ക്രൂ ഉള്ളൂ.
ആ ഇതിനകത്ത് സ്ട്രിപ്പില്ല. ഞാൻ ഓക്കെ, ഇതിനകത്ത് സ്ക്രൂ ഇല്ലേ, ഒരു സ്ക്രൂ പോലും ഇല്ല. നല്ലപോലെ ഒന്ന് പിടിച്ച് ഒറ്റ സ്ക്രൂ ഇല്ല. ഞാൻ പറഞ്ഞോളൂ ഇതിൻ്റെ സ്ക്രൂ ഒന്നും കളയല്ല, കിട്ടാൻ പാടാന്ന് ഇന്നലെ പറഞ്ഞോളൂ. ഓക്കെ, ഇത് ഊരിയെടുക്കട്ടെ. സ്ട്രിപ്പും കണ്ടിച്ചാണോ ഇരിക്കുന്നത്, മുറിഞ്ഞിരിക്കുന്നത്? അത് വയറാണ്, ഊപ്പറിൻ്റെ വയർ മാത്രമേ ഉള്ളൂ. ഇത് അത് സബ് ഊപ്പർ കിട്ടി. ഇത് നമുക്ക് ഫ്രണ്ട് വേണം. ഫ്രണ്ട് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, ഫ്രണ്ട് എടുത്തു. ഫ്രണ്ടിൻ്റെ അകത്ത് സ്ട്രിപ്പുകളൊന്നുമില്ല. ഒറ്റ സ്ട്രിപ്പുമില്ല, സ്ക്രൂവും ഇല്ല. ഇതാരാണ് പണിത്? പുള്ളി തന്നെയാണ് പണിത്. എനിവേ കൊള്ളാം 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 കൊള്ളാം. ഇതിൻ്റെ ഒറിജിനൽ സ്ക്രൂ എല്ലാം പോയിട്ട് വേറെ വേറെ സ്ക്രൂ ഒക്കെ ഇട്ട് വെച്ചിരിക്കാം. ഓക്കെ, ഇതിൻ്റെ സ്ക്രൂ ഒന്നും അല്ല കേട്ടോ, വേറെ സ്ക്രൂ. വേറെ സ്ക്രൂ, ഇതിൻ്റെ സ്ക്രൂ ഒന്നും അല്ല. നമ്മുടെ പാത്രം ഇഞ്ഞെടുത്തു, കിട്ടിയ സ്ക്രൂ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടാൽ. നമ്മുടെ അമേരിക്കയിൽ നിന്ന് വന്ന പാത്രം ഇഞ്ഞെടുക്കൂ. അമേരിക്കൻ പാത്രം, USA പാത്രം. ആ സാറിന് നന്മ വരട്ടെ, സാറിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ UK വരാനുണ്ട്, ഓസ്ട്രേലിയക്ക് വരാനുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിയിരുന്നു, ഞാൻ വരും. അപ്പോൾ ആദ്യം ഇതിലെല്ലാം ഞാനിനി കാനഡയ്ക്കൊന്ന് വരുന്നുണ്ട്. കാനഡയ്ക്ക് എനിക്ക് വിസ റെഡിയായി കിടക്കുവാണ്. പിന്നെ അനിയനുണ്ട് അവിടെ സ്പോൺസറും സഹായത്തിനൊക്കെ. പിന്നെ കാനഡയ്ക്ക് ഞാൻ വരുന്നതായിരിക്കും. അനിയൻ അവിടെ വന്നൊരു 3-4 മാസം നിൽക്കണമെന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. അവിടെ ഒരു പ്രസ്ഥാനം തുടങ്ങിയേക്കാമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കാരണം അവിടെ സർവീസ് ടെക്നീഷ്യന്മാരൊക്കെ കുറവായതുകൊണ്ട് കാനഡയിൽ പോയി സർവീസ് തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇന്ത്യയോട് താല്പര്യമായതുകൊണ്ട് ഞാൻ പോകാത്ത. ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ഒരിടത്തും കിട്ടാനില്ല എന്നെല്ലാവരും പറയുന്ന ആ സ്ട്രിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നാണേലും ഒന്ന് നോക്കട്ടെ, ഇതുതന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം. ആദ്യം ഇതൊന്ന് കുത്തി നോക്കട്ടെ, അത് തന്നെയാണോ. ഇത് D10 ആണോ എന്നൊന്നും എഴുതിയിട്ടില്ല. നോക്കട്ടെ, കറക്റ്റ് അല്ലേ? അത് തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തന്നെ. ഓക്കെ, കുത്തി. പിന്നെ ഒന്ന് ഇവിടെ പൊളിച്ചെടുക്കട്ടെ. പിന്നെ കിട്ടി. ഇനിയുണ്ട്, ചവറ് പോലെ ഇരിപ്പുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ഇത് സെറ്റ് ചെയ്ത് കട്ടിക്കുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. IV300 എല്ലാ സ്ട്രിപ്പും ഇരിപ്പുണ്ട്. D10, D40, S20, S40 സകല സാധനവും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാനാസോണിക്കിൻ്റെ സിസ്റ്റം പിന്നെ എല്ലാത്തിൻ്റെ ഉണ്ട്. നിങ്ങൾ എനിക്ക് ഭക്ഷണം കൊടുക്കാതെ എനിക്കതിനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മതി. പിന്നെ ഇതിവിടെ വന്ന് കയറി. ഫോൺ ബെല്ലടിച്ച് ചത്തുപോയി. ഫോൺ ചത്തല്ലേ? ഫോൺ ചത്തു. ആൾക്കാർ അവർക്ക് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി തന്നു. കുറച്ച് നേരത്തേക്ക് ഇനി സമാധാനമുണ്ട്. അതുകൊണ്ട് ചാർജ് ആകുന്ന വരെ. ചാർജർ താഴെയാണല്ലോ, ഇനി താഴ്ചിട്ട് ചാർജ് ആക്കാൻ പറ്റിയല്ലോ. ഇതല്ല പിന്നെ വയറ്, അപ്പം അതിൻ്റെ ഒരു വയറ് വേണം. സ്ട്രിപ്പില്ല എന്ന് പറയല്ലേ, സ്ട്രിപ്പ് ഉണ്ട്. കിട്ടി.
ഈ സ്ട്രിപ്പും തീരാറായി, മേടിക്കണം. അങ്ങനെ ഓണാക്കും. നമ്മുടെ അഡാപ്റ്റർ ഇവിടെ ഒരു അഡാപ്റ്റർ. അപ്പോൾ ഇനി നമുക്ക് ഓണായിട്ടില്ല, ഇനി ഓരോന്നോരോന്നായിട്ട് ഡീറ്റാൻ കിട്ടി. നമ്മുടെ സബ്സ്ക്രൈബർക്ക് സന്തോഷമായി കാണും. 3 പിന്നും കൂടെ പോയ സ്ട്രിപ്പ് എല്ലാം കൂട്ടി കുത്തിയിട്ട് ഓണായിട്ടില്ല. ഇനിയിപ്പോൾ ഏതൊക്കെ ബോർഡ് പോയിട്ടുണ്ടെന്ന് നോക്കണം, മുഴുവൻ ബോർഡും പോയതാണോ എന്ന് നോക്കണം. അപ്പോൾ വീഡിയോ ഇന്നുകൊണ്ട് നിൽക്കുക, രാത്രി ഒത്തിരിയായി, അതുകൊണ്ട് നിർത്തുവാണ്. അപ്പം അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ വണക്കം. എല്ലാവർക്കും നന്ദി. അപ്പം ഈ നമ്മൾ ആവശ്യമില്ലാത്തൊന്നും തെറ്റിദ്ധരിക്കില്ല. തെറ്റിദ്ധരിക്കുന്ന ഒന്നും ആവശ്യമില്ലാത്തതാണ്, ആവശ്യമില്ലാത്തതൊന്നും തെറ്റിദ്ധരിക്കില്ല, തെറ്റിദ്ധരിക്കുന്നതൊന്നും ആവശ്യമില്ലാത്തതാണ്. ശരിയായ ധാരണയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി വിദേശ രാജ്യങ്ങളിൽ വെച്ച് കാണാം.